നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാസമാണ് കർക്കിടക മാസം. ഈ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയെ കുടിയിരുത്തി ചേട്ടാ ഭഗവതിയെ പുറത്താക്കുക എന്നതാണ്. കർക്കിടക മാസം രാമായണ മാസമായാണ് കണക്കാക്കുന്നത്. ഈ ഒരു മാസം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിന്റെ ഫലം വളരെ വലിയ രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും എല്ലാ നന്മകളും വന്നു ചേരുന്നതിനുമായിട്ട് കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാകും. ഒരു വർഷക്കാലത്തെ ഫലമാണ് കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ വരുന്ന ഒരു വർഷം മുഴുവൻ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാനും അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള വിജയവും കൈവരിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കർക്കിടക മാസം കഴിയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീട്ടില് നമ്മൾ നട്ടു വളർത്തേണ്ട ചില ചെടികളെ കുറിച്ചാണ്. കൃത്യമായ സ്ഥാനത്ത് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന ചെടികളെ നിങ്ങൾ നട്ടു വളർത്തി കഴിഞ്ഞാല് ആ ചെടികൾ വളരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ഉയർച്ചയുണ്ടാകും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കർക്കിടക മാസത്തില് ഈ ഒരു ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എവിടെയെങ്കിലുമല്ല, കൃത്യസ്ഥാനത്ത് നട്ടുപിടിപ്പിക്കുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഏതൊക്കെ ചെടികളാണ് ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് നട്ടുപിടിപ്പിക്കേണ്ടത് എന്നത് നമുക്ക് നോക്കാം. ഈ ഒരു കർക്കിടക മാസത്തിന്റെ എല്ലാ പുണ്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാൻ നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നത് വഴി സാധിക്കും എന്നതൊന്ന് ഓർക്കുക. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ കർക്കിടക മാസത്തില് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഈ പറയുന്ന ചെടികളില് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ചെടികൾ എല്ലാം നിങ്ങൾ നട്ടു വളർത്തണമെന്നല്ല. ഈ പറയുന്ന കൂട്ടത്തില് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ചെടികള് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത്, ഞാൻ ഈ പറയുന്ന സ്ഥാനത്ത് നട്ടു വളർത്തുക എന്നുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഈ പറയുന്ന ചെടികൾ ഉണ്ടെങ്കിൽ അത് കൃത്യസ്ഥാനത്തല്ല എന്നുണ്ടെങ്കിൽ കൃത്യസ്ഥാനത്തേക്ക് മാറ്റി നടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഈ പറയുന്ന ചെടികളിൽ ഏതെങ്കിലും ഒന്ന് ഈ ഒരു സ്ഥാനത്ത് കൊണ്ടുപോയി നടുക എന്നുള്ളത് മാത്രമല്ല, അതിനെ ശരിയായ രീതിയിൽ പരിപാലിച്ച് അത് നല്ല രീതിയിൽ വളർന്നു വരാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം. ആ ചെടി വളരുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതവും വളരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ വിജയം സംഭവിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ കർക്കിടക മാസത്തില് നിങ്ങൾക്ക് നട്ടു വളർത്താൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് കർപ്പൂര തുളസി എന്ന് പറയുന്നത്. സാധാരണ തുളസിയല്ല, കർപ്പൂര തുളസി വേറെ തന്നെയാണ്. ഇത് നമ്മുടെ വീടിന്റെ കുബേര സ്ഥാനമായിട്ടുള്ള വീടിന്റെ വടക്ക് വശത്ത് മധ്യത്തിലായിട്ട് നട്ടു വളർത്തണം എന്നുള്ളതാണ്. ഈ കർപ്പൂര തുളസിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ധന്വന്തരി സസ്യം എന്നാണ് ഈ കർപ്പൂര തുളസിയെ അറിയപ്പെടുന്നത്. ധന്വന്തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. നിങ്ങളുടെ വീട്ടില് കർപ്പൂര തുളസി ഉണ്ട്, മറ്റേതെങ്കിലും ഭാഗത്താണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഒരു തൈയെങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, വടക്കു ഭാഗത്ത് മധ്യത്തിലായിട്ട്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കർപ്പൂര തുളസി വാങ്ങിക്കൊണ്ടുവന്ന് ഈ കർക്കിടക മാസം തീരുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വടക്കു ഭാഗത്ത് മധ്യത്തിലായിട്ട് നട്ടു വളർത്തുക. അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുക. ദിവസവും വെള്ളമൊക്കെ ഒഴിച്ച് അത് നല്ല രീതിയിൽ വളർന്നു വരുന്ന സമയത്ത് നിങ്ങളുടെ വീടിന് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. ഇനി അടുത്ത ഒരു ചെടി എന്ന് പറയുന്നത് നെല്ലിയാണ്, നെല്ലിമരമാണ്. മഹാവിഷ്ണു ഭഗവാന്റെ കണ്ണുനീരിൽ നിന്ന് ഉത്ഭവിച്ച വൃക്ഷമായിട്ടാണ് ഈ ഒരു നെല്ലിമരത്തെ കണക്കാക്കുന്നത്. ഭഗവാന്റെ തന്നെ അംശമാണെന്നാണ് പറയുന്നത്. ഈ കർക്കിടക മാസം തീരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ വീട്ടില് ഒരു മൂട് നെല്ലിയുടെ തൈ കൊണ്ടുവന്ന് നട്ടു വളർത്തുക. ആ വീടും വീട്ടിലുള്ളവരുടെ ജീവിതവും ഐശ്വര്യവും സമ്പത്തും കൊണ്ട് നിറയുന്നതായിരിക്കും. ഏറ്റവും ഐശ്വര്യപ്രദമാണ് കർക്കിടക മാസത്തില്
നമ്മൾ ഒരു നെല്ലിമരം കൊണ്ടുവന്ന് നടുക എന്നുള്ളത്. ഇനി ഈ നെല്ലിമരം നടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് വീടിന്റെ പടിഞ്ഞാറ് ഭാഗം അല്ലെങ്കിൽ വീടിന്റെ വടക്ക് ഭാഗം, അതുമല്ലെങ്കിൽ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം, ഇവിടെയൊക്കെ നടാവുന്നതാണ്. ഈ പറയുന്ന എവിടെ നട്ടു കഴിഞ്ഞാലും കുഴപ്പമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും നമ്മൾ ഈ നെല്ലിമരം നടാനായിട്ട് പാടുള്ളതല്ല. ഇത് വളർന്നു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യങ്ങള് നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേരുന്നതാണ്. എല്ലാ തരത്തിലുള്ള വിജയവും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി അടുത്ത ചെടി എന്ന് പറയുന്നത് അരൂതയാണ്. നമ്മുടെ വീട്ടില് മക്കളുടെ ഉയർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ് അരൂത. നമ്മുടെ മക്കൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകാൻ, എല്ലാ തരത്തിലുള്ള വിജയവും അവർ കൈവരിക്കാൻ ഈ അരൂത എന്ന് പറയുന്ന ചെടി നട്ടു വളർത്തുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് അരൂത. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നമ്മുടെ വീടിന്റെ കന്നിമൂലയില്, കന്നിമൂല എന്ന് പറയുന്നത് തെക്കും പടിഞ്ഞാറും ചേരുന്ന മൂലയാണ്, കന്നിമൂലയ്ക്ക് വീടിനോട് ചേർന്ന് തന്നെ വളർത്തിക്കോളൂ. വീടിന് ഒട്ടിയൊരുമയാണ് വളർത്തുന്നത് എന്നുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള ദോഷവുമില്ല, എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും. ഇനി അടുത്ത ചെടി എന്ന് പറയുന്നത് താമരയാണ്. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമാണ് താമര എന്ന് പറയുന്നത്. താമര വീട്ടിൽ വളർത്താനായിട്ട് ഏറ്റവും നല്ല സമയമാണ് ഈ കർക്കിടക മാസം. വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ വേണം താമര വളർത്താനായിട്ട്. ഈശാന കോണാണ് ഈ ഒരു വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത്. ഈശാന കോണിൽ താമര നട്ടു വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാൾക്കുനാൾ അഭിവൃദ്ധിയും സമ്പത്തുകൾ വന്നു ചേരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. എല്ലാ തരത്തിലുമുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എല്ലാ തരത്തിലുള്ള വിജയവും നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ നേരിടുന്ന വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളായാലും കടബാധ്യതയായാലും ഒക്കെയും ഇല്ലാതാക്കാനായിട്ട് ഈശാന കോണില് താമര നട്ടു വളർത്തുന്നത് വഴി, അതിനെ ശരിയായ രീതിയിൽ പരിപാലിക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എല്ലാ വീടുകളിലും ഒരു തുളസി തൈയെങ്കിലും ഉണ്ടാവും അല്ലെ? അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നട്ടു വളർത്തേണ്ടതായിട്ടുണ്ട്. എത്ര സൗകര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ചെറിയ പോട്ടിലെങ്കിലും ഒരു തുളസി തൈ നമ്മൾ നട്ടു വളർത്തേണ്ടതായിട്ടുണ്ട്. ഇനി തുളസി ഉള്ള വീട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ, ഇനി ഇല്ലാത്തവര് നട്ടുപിടിപ്പിക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്, തുളസി ചെടിയുടെ കീഴിലായിട്ട് ഒരു മഞ്ഞൾ കൂടി നട്ടു വളർത്തേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, തുളസി എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നേടിയ സസ്യമാണ്. മഹാലക്ഷ്മിയുടെ അവതാരമാണ് തുളസി എന്ന് പറയുന്നത്. ആ തുളസിയോടൊപ്പം സാക്ഷാൽ മഹാലക്ഷ്മി എന്ന മഞ്ഞൾ കൂടി നിൽക്കുന്നത് വിഷ്ണുവും ലക്ഷ്മിയും ചേരുന്ന സങ്കല്പമായി മാറും. രാവിലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആ തുളസിത്തറയിലുള്ള തുളസിയിലും മഞ്ഞളിലും നോക്കുന്ന സമയത്ത്, അത് കണി കാണുന്ന സമയത്ത് മഹാലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണു ഭഗവാനെയും കണ്ട ആ ഒരു എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്, ആ ഒരു അനുഗ്രഹമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും അധികം ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു സസ്യമാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. കാടാണ് എന്ന് കരുതി ആരും അത് പറിച്ചു കളയാനൊന്നും നിൽക്കല്ലേ. പൂജയ്ക്കായിട്ട് മാത്രമേ നമ്മൾ മുക്കുറ്റി പറിക്കാനായിട്ട് പാടുള്ളൂ. ഈ ഒരു കർക്കിടക മാസത്തില് നിങ്ങളുടെ വീട്ടിലെ മുക്കുറ്റി താനെ കിളിർത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ശുഭസൂചനയായിട്ട് വേണം കണക്കാക്കാനായിട്ട്. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഈശ്വരാധീനവും ഉണ്ട് എന്ന് കാട്ടിത്തരുന്ന ഒരു ലക്ഷണമാണത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ചെടിയിൽ ഏതെങ്കിലും ഒരു ചെടിയെങ്കിലും ഈ ഒരു കർക്കിടക മാസം തീരുന്നതിന് മുന്നേ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് നിങ്ങൾ നട്ടു വളർത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരും. ആ ചെടി നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാല് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം മുഴുവൻ എല്ലാ തരത്തിലുള്ള സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സാധിക്കുന്ന എല്ലാവരും ഏതെങ്കിലും ഒരു ചെടിയെങ്കിലും ഞാൻ ഈ പറഞ്ഞ സ്ഥാനത്ത് നട്ടു വളർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.